കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തെലങ്കാനയിൽ സംസ്ഥാന ഭരണം നേടിയ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെലങ്കാനയിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന് വൻ മുന്നേറ്റമാണ് ഈ സർവേ പ്രവചിക്കുന്നത്. 2019 തെലങ്കാന ലോക്സഭാ ഇലക്ഷനിൽ BRS 9 സീറ്റ്, BJP 4 സീറ്റ്, കോൺഗ്രസ് 3 സീറ്റ്, AIMIM 1 സീറ്റ് എന്നിങ്ങനെയായിരുന്നു നേടിയത്. ലോക്പോളിന്റെ ഫൈനൽ തെലങ്കാന ഇലക്ഷൻ സർവേ പുറത്തു വന്നിരിക്കുന്നു. മാർച്ച് 30 പുറത്തിറങ്ങിയ ഇവരുടെ ഇതിനു മുൻപത്തെ സർവേയിൽ കോൺഗ്രസിന് 10 മുതൽ 12 വരെ, BJPക്ക് 2 മുതൽ 4 വരെ, BRSന് 1 മുതൽ 2 വരെ, മറ്റുള്ളവർക്ക് 0 മുതൽ 1 വരെ എന്നായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ ലേറ്റസ്റ്റ് സർവേ പ്രകാരം കോൺഗ്രസിന് 13 മുതൽ 15 വരെ സീറ്റ്, BRSന് 0 മുതൽ 1 വരെ, BJPക്ക് 2 മുതൽ 3 വരെ, AIMIMന് 1 സീറ്റ്. അതായത് കഴിഞ്ഞ സർവേയിൽ നിന്നും BJPക്ക് 1 സീറ്റെങ്കിലും മിനിമം കുറയും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2019 4 സീറ്റ് നേടിയ BJP 2 സീറ്റുകളിലേക്ക് വരെ താഴാനുള്ള സാധ്യതയാണ് ഇവരുടെ സർവേ പറയുന്നത്. അതുപോലെ തന്നെ അന്ന് 9 സീറ്റുകൾ നേടിയ BRS പ്രാവശ്യം 1 സീറ്റ് പോലും നേടാതെ തകർന്നടിയാനുള്ള സാധ്യതയും ഈ സർവേ പറയുന്നു. അന്ന് 3 സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് ആകട്ടെ 15 സീറ്റുകൾ വരെ നേടുമെന്നും പറയുന്നു. ഒരുപക്ഷെ കോൺഗ്രസ് ഇവിടെ 17 നേടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രേവന്ത് റെഡ്ഡിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾക്ക് വൻപിച്ച ജനപങ്കാളിത്തമാണ് തെലങ്കാനയിൽ ഉണ്ടാവുന്നത്. അതേസമയം മതവികാരം ഇളക്കിയുള്ള നരേന്ദ്രമോദിയുടെ ജുംല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കാറ്റുപോയ ബലൂൺ പോലെ ജനപങ്കാളിത്തത്തിൽ ശുഷ്കമാണ്. തെലങ്കാനയിൽ വളരെയേറെ BRS നേതാക്കളെ BJP ചാക്കിട്ട് പിടിച്ചെങ്കിലും അതൊന്നും BJPക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കില്ല, പകരം നഷ്ടമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഈ സർവേ കാണിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റ് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിരിക്കുന്നുവെന്നും ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സർവേയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?